തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് വളരെ പെട്ടെന്ന്. മറ്റു കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള ദൃശ്യങ്ങൾ, ഈ ടണലിനുള്ളിലുള്ള ദൃശ്യങ്ങൾ അങ്ങനെ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു ഡയറക്ഷൻ, ഇപ്പോൾ ഒരു തീരുമാനം വന്നിട്ടുള്ളത്. നാളെ രാവിലെ 6:30 തന്നെ അവരുടെ എക്യുപ്മെന്റ്സുമായി അവർ വരാനും നമ്മുടെ സ്കൂബ ഡൈവിംഗ് ടീം കാരണം അവരാണല്ലോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അവരുടെ സഹായം കൂടി നേവി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ പൂർണ്ണമായി നിന്നുകൊണ്ട് തന്നെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടായിരിക്കും ചെയ്യുന്നത്. ഒരുമിച്ച് അവർക്ക് ഒരു വാട്ടർ ലെവൽ സ്റ്റഡി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നേവി വിൽ ആക്സസ് പോയിന്റ്സ് ഉള്ള സ്ഥലങ്ങൾ അവർ ഇറങ്ങിയിട്ട് അവർ സോണാർ വെച്ചിട്ട് മാക്സിമം എഫേർട്ട് എടുക്കും സോണാറിൽ നിന്ന് പിക്ചർ എടുക്കാൻ ഫസ്റ്റ് ആയിട്ട്. ദെൻ സബ്സിക്വൻ്റ്ലി എവിടെയൊക്കെയാണ് അവർക്ക് പോകാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് പോകും. ബിക്കോസ് ഓൾറെഡി പരിശോധന നടത്തിയത് കൊണ്ട് ഇതൊരു റീകൺഫർമേഷൻ ചെക്കാണ് ആക്ച്വലി നടത്തുന്നത്. സോണാർ വഴി ത്രൂ നേവി എടുക്കും. അതാണ് നമ്മുടെ ടാർഗറ്റ് നാളെ രാവിലെ. പിന്നെ ഇപ്പോൾ അത് നമുക്ക് നോക്കാം. ബിക്കോസ് നമുക്ക് ഈ ഡെബ്രീരിയും നമ്മുടെ വേസ്റ്റിനിടയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ അത് നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഇപ്പോൾ ഒരു കോൾ എടുത്തത്. ബിക്കോസ് അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ആൻഡ് മോർണിംഗിൽ നമുക്ക് എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് ഒരു എഫേർട്ട് എടുക്കാം. അതെ, 6:30 ഇവിടെ എത്താനും അതിനുശേഷം ഇന്ന് ആരംഭിച്ചതുപോലെ തന്നെ അത് രാവിലെ തന്നെ തുടർന്ന് പ്രവർത്തികൾ ആരംഭിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം കലക്ടറും മേയറുമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. നാളെ നടക്കാൻ പോകുന്ന ദൗത്യം അതെങ്ങനെയായിരിക്കും എന്നത് വിശദീകരിക്കുകയായിരുന്നു ഇരുവരും. നാളെ 6:30 തന്നെ വീണ്ടും ദൗത്യം ആരംഭിക്കും എന്നുള്ളതാണ് കളക്ടർ പറയുന്നത്.